ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു കൺട്രീനെ ഏറ്റവും കൂടുതൽ ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണല്ലേ അവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്സംബർഗിൽ എങ്ങനെയാണ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് കേട്ടോ ആഴ്ചയിലെ മിക്ക ദിവസങ്ങളിലും രാവിലത്തെ പരിപാടി. അതത് വേസ്റ്റ് തന്നിരിക്കുന്ന 4 ബിന്നുകളിലും പിന്നെ ഒരു കവറും ഉണ്ടാവും. അതിൽ കൊണ്ടിടലാണ് മെയിൻ പരിപാടി. ഞാൻ എന്താ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നല്ലേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാലണ്ടർ. എല്ലാ കൊല്ലം ന്യൂ ഇയറിന്റെ മുന്നേ തന്നെ നമുക്ക് ഈ കാലണ്ടർ നമ്മളെ പോസ്റ്റ് ബോക്സിൽ അതത് കമ്മ്യൂണിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റഡ് ആണ്. നമ്മൾ സാധാ നാട്ടിലത്തെ കലണ്ടറിൽ എന്തൊക്കെയാണ്, ഇപ്പൊ മലയാളം കലണ്ടറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാള്, പിന്നെ ഏത് മലയാള മാസമാണ്, ഇംഗ്ലീഷ് മാസമാണ്, ഡേറ്റ്, ആഴ്ച, പിന്നെ പബ്ലിക് ഹോളിഡേയ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇവിടുത്തെ കലണ്ടറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നേരത്തെ വേസ്റ്റ് ബിൻ കൊണ്ടുവരുന്നതും പിന്നെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ കൃത്യമായിട്ട് ഓരോ ദിവസം ഓരോ കാറ്റഗറി വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിലെ പല ദിവസങ്ങളിലായിട്ട് കമ്മ്യൂണിലുള്ള ആൾക്കാർ വരും. അതൊക്കെ നമുക്ക് എങ്ങനെയാ അറിയുന്നതെന്നല്ലേ, ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. പോരാത്തതിന് ഈ കലണ്ടറിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാനുവരി മാസത്തെ കലണ്ടറാണ്. ഇവിടെ ബ്രൗൺ ബിൻ ഓരോ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും, വിന്റർ സമയത്തും അറ്റ്ലീസ്റ്റ് സമ്മർ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും കളക്ട് ചെയ്യാൻ വരുന്നത്. ഞങ്ങളെ കമ്മ്യൂണിറ്റിൽ എല്ലാ തിങ്കളാഴ്ച രാവിലെയാണ് കളക്ട് ചെയ്യുക. അപ്പൊ സാധാരണ എല്ലാവരും ഞായറാഴ്ച രാത്രി തന്നെ ബ്രൗൺ ബിൻ പുറത്തു കൊണ്ടേ വെക്കും. ബ്രൗൺ ബിൻ ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് ഫുഡ് വേസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഗ്രേ ബിന്നുണ്ട്, ബ്ലൂ ബിന്നുണ്ട്, അങ്ങനെ പിന്നെ ഒരു ഗ്രീൻ ബിന്നും ഉണ്ട്. ഗ്രീൻ ബിൻ എന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ടിൽസ്, ഗ്ലാസുകൾക്ക് വേണ്ടിയിട്ടാണ്. ബ്ലൂ ബിൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ ഐറ്റംസിന് വേണ്ടിയിട്ട്. ഇനി ബ്ലാക്ക് ബിന്നിലാണ് നമ്മൾ കുട്ടികളുടെ ഡയപ്പേഴ്സും സാനിറ്ററി പാഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളയാറ്. അത് കമ്മ്യൂൺ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാർജസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വലിയൊരു ചാക്ക് പോലത്തെ ഒരു കവറും ഉണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കവർ. അതിൽ എന്തൊക്കെ ഇടാൻ പറ്റും എന്നുള്ളതുള്ള എല്ലാ ഡീറ്റെയിൽസും ആ കവറിന്റെ പുറത്ത് തന്നെ ഉണ്ട്. പക്ഷെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, ഇപ്പോൾ കാർട്ടൺസ് ആയിക്കോട്ടെ, മിൽക്ക് പാക്കറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കവറിലും ഇടാൻ പറ്റും. സോ ഇവിടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഉള്ളത് എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. ഇനി കാലണ്ടറിന്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ മാർക്ക് എന്ന് പറയുന്നത് സ്കൂൾ ഹോളിഡേയ്സിനെ മാർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അതേപോലെ പിന്നെ ഏതെങ്കിലും ദിവസം ക്ലീൻ ചെയ്യാൻ അവർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ പഴയ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതും ഓൾറെഡി ഒരു കൊല്ലത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ഞാൻ വേറൊരു പ്രത്യേകത കാണിച്ചു തരാം. ഇവിടെ കണ്ട ഒരു ക്രിസ്മസ് ട്രീയുടെ ചിത്രം. ഇത് സാധാരണ ജാനുവരി മാസത്തെ കലണ്ടറാണ്. ഡിസംബർ ആവുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ക്രിസ്മസി സീസൺ ആയിരിക്കും. ശരിക്കും നവംബർ 24 തുടങ്ങിയിൽ തന്നെ എല്ലാവരും ഒരു ക്രിസ്മസ് വൈബിലായിരിക്കും. അത് സാധാരണ ഒരു ജാനുവരി ഫസ്റ്റ് വീക്ക് ഫുൾ അവർ ആ ക്രിസ്മസ് ട്രീ വീട്ടിലുണ്ടാവും. സോ ക്രിസ്മസ് ട്രീ ശരിക്കും ഉള്ളത് പ്ലാസ്റ്റിക് അല്ല, കൃത്യമായിട്ട് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അത് കളക്ട് ചെയ്യാൻ വരുന്നതാണ് ഇവിടെ ഈ ക്രിസ്മസ് ട്രീയുടെ ചിഹ്നമായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസലിന്റെ കാര്യമായിക്കോട്ടെ, സ്കൂൾ വെക്കേഷന്റെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഈ കലണ്ടറിൽ വളരെയധികം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാ ഹൗസ് ഹോൾഡിലും ഇങ്ങനത്തെ ഒരു കലണ്ടറും ഉണ്ടായിരിക്കും. ആൻഡ് ഇതൊരു നല്ല സിസ്റ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു നല്ല സിസ്റ്റമായിട്ട് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ കാര്യങ്ങളൊക്കെ.